നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഊഷ്മളമായ സ്നേഹവിരുന്നുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെ ആയുധവുമായി നമ്മെ യുദ്ധം ചെയ്യാൻ ക്ഷണിക്കുകയാണ് കാട്ടിലേക്ക്. പോകാം കാട്ടിലെ കൂട്ടുകാർ. അതെ കപിലേ, നീ അറിഞ്ഞോ നമ്മുടെ കുറിഞ്ഞിമലയില് പുതിയ സൂപ്പർ മാർക്കറ്റ് വരാൻ പോകുന്നുണ്ട്. കുറിഞ്ഞിമലയിലോ സൂപ്പർ മാർക്കറ്റോ? ഓഹോ, അതിശയം. അതേന്ന്, പാലം കഴിഞ്ഞ് വരുന്ന ആ വളവില്ലേ, അവിടെ പണികളൊക്കെ തുടങ്ങിയെന്ന്. ക്ലാസ് തുടങ്ങിയതിൽ പിന്നെ ഞാൻ ആ വഴിക്കൊന്നും പോവാറേ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. നമ്മുടെ ഗംഭീറുണ്ടല്ലോ, വീണ്ടും കാട്ടിലിറങ്ങിയിട്ടുണ്ട്. ഈശ്വര, എന്തായി കേൾക്കുന്നത്? കുറച്ചു വർഷങ്ങളായി നമ്മുടെ കാട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു, ഇനി അതും ഇല്ലാതാകും. എല്ലാവരും സൂക്ഷിക്കുന്നതാ നല്ലത്. ഗംഭീറിന്റെ മുമ്പിൽ പോയി പെട്ടാലേ നമ്മുടെ കാര്യം തീർന്നത് തന്നെ. കണ്ടോ പപ്പീസേ, ഗംഭീർ കണ്ടോ? ഗംഭീരല്ലേ ആ വരുന്നത് പപ്പീസേ? നമുക്ക് എന്താ ചെയ്യാം? എന്താ നിന്റെ പരിപാടി? നിന്നെ പേടിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടെ വിട്ട് പോവാൻ തുടങ്ങിയത്. അങ്ങനെയാണോ കപിലേ? അങ്ങനെയാണോ? എന്നാലേ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാ, ഈ ഗംഭീറിന്റെ പുതിയ നിയമം, ഈ കാട്ടിലെ നിയമം, എണ്ണ അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും കൊള്ളാം, അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല കേട്ടോ. നിന്ന് കണ്ട് പോടാ, തലകാലിയാക്ക്, കൺമുമ്പിൽ കണ്ടുപോകരുത്. ഓടാ, തിരിഞ്ഞു നോക്കാതെ ഓട്. ഈ കാട്ടിലെല്ലാമാരെയും ഞാൻ പേടിപ്പിച്ച് നിർത്തും, എങ്കില് കാര്യങ്ങളെല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കുള്ളൂ. ഈ ഗംഭീർ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഹാവൂ, കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് തന്നെ കാര്യം. ഓ, ഇന്ന് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ സാധനങ്ങൾക്കെല്ലാം നല്ല വില കിട്ടി. നാളെയും ഇതുപോലെ ആയാ മതിയായിരുന്നു. അയ്യോ, ഗംഭീർ ഗംഭീർ, ദൈവമേ രക്ഷിക്കണേ. ഗംഭീർ, ദൈവമേ രക്ഷിക്കണേ, ദൈവമേ രക്ഷിക്കണേ. ഹാവൂ, രക്ഷപ്പെട്ടു ഈശ്വര. അവന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ എന്റെ പണം മുഴുവൻ അവൻ കൊണ്ടുപോയേനെ. എന്റെ ദൈവമേ, എന്റെ പേഴ്സ് പോയല്ലോ ഈശ്വര. എന്റെ ഈശ്വരേ, എന്റെ പേഴ്സ് പോയി. എന്റെ പേഴ്സ് പോയി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. എന്റെ ലംബോ സാറ്, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ആ ഗംഭീറിന് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പറിയും ഗുണ്ടായുസമാണ് അവന്റെ തൊഴില്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ അവനെ കണ്ടു. അവനെ കണ്ട പാടെ ഞാൻ പേടിച്ചോടി. ഓടുന്നതിനിടയിൽ എന്റെ പേഴ്സ്
നഷ്ടപ്പെട്ടു. പണം മുഴുവൻ ആ പേഴ്സിലായിരുന്നു. എന്റെ പണം മുഴുവൻ പോയി. കരയാതെ എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാലും എന്റെ പണം മുഴുവൻ പോയില്ലേ സാറേ. ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ കച്ചവടത്തിന് ഞാൻ എങ്ങനെയാ പണം കണ്ടെത്തുക? എന്റെ പീലി നെഞ്ചത്തടിച്ച് നിലവിളിക്കാതെ കുറച്ച് പണം ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തിക്കാം. ലംബു സാറേ, അവൻ കറക്കിക്കൊണ്ട് വരുന്ന പേഴ്സ് അതെന്റെ പേഴ്സാ. അതെന്റെ പേഴ്സാ. എന്തോ എങ്ങനെ? ഗംഭീറിന്റെ കയ്യിലുള്ളത് എന്റെ പേഴ്സാണ്. അതെനിക്ക് വേണം. അതെ, പിന്നെ ഗംഭീരെ, ഈ പേഴ്സ് അവളുടേതല്ലേ? ഇത് അവൾക്ക് തിരിച്ചു കൊടുത്തോളൂ. ഇല്ലെങ്കിലോ? ഇത് കൊടുത്തില്ലെങ്കിലേ എന്നെ നിങ്ങൾ എന്തോ ചെയ്യും? അർഹതപ്പെടാത്ത പണം നിന്റെ ജീവിതത്തെ നശിപ്പിക്കും. ഓ, ജീവിതം അടിച്ചു പൊടിക്കാനുള്ളതാ. അതിനുള്ള വഴി എന്താണെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാ ഈ പേഴ്സ് വഴിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ പോണില്ല. കയ്യിൽ വെക്ക്. ഇത് എന്റെ മകർ 100 രൂപ. ഇതുകൊണ്ട് പോയി നല്ല കുഴമ്പ് വാങ്ങി പോരട്ടിക്കോ. ആ നോവൊക്കൊന്ന് മാറട്ടെ അങ്ങോട്ട്. ഗംഭീരനോടാ കളി. വേണ്ടായിരുന്നു സാറേ, അവനുമായി വഴിക്കിടാൻ പോകണ്ടായിരുന്നു. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനൊരു വഴി ഉണ്ടാക്കിയേ പറ്റൂ. മന്ത്രവാദിയെ പിടികൂടി തട്ടിപ്പ് കാണിച്ചു അല്ല, എല്ലാരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? ഞങ്ങൾക്കൊരു പരാതി പറയാൻ വന്നതാ. ആദ്യം നിങ്ങളൊന്ന് ഇരിക്കേ. എന്താ കാര്യം? പറയൂ, എന്താ നിങ്ങളുടെ പരാതി? സാറേ, പരാതി നമ്മുടെ ഗംഭീരനെ പറ്റിയ. അവൻ കാരണം ഒരാൾക്ക് പോലും കാട്ടിലൂടെ നടക്കാൻ പറ്റാതായിരിക്കുന്നു. കുറച്ചു നാളായി പനി പിടിച്ചിരിക്കുന്നത് കാരണം കാട്ടിലെ ലോക്കൽ ന്യൂസ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗംഭീർ വീണ്ടും കാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയല്ലേ? തുടങ്ങി സാറേ. അവൻ എന്റെ 5000 രൂപ പറ്റിച്ചോണ്ട് പോയി. കവലയിൽ വെച്ച് എന്നെയും ഗംഭീറിനെ തല്ലിച്ചതച്ചു. കേട്ടോ സാറേ, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിലും വലിയ ക്രൂരതകളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ ഇക്കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനാവുമെന്ന്. സാറേ, എന്തെങ്കിലും ചെയ്ത് അവന്റെ ശല്യം ഒഴിവാക്കി തരണം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ തല്ലിക്കൊല്ലും. അങ്ങനെയൊന്നും ചെയ്യരുത്. അവനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് ഈ വിഷയത്തിൽ എന്ത് പ്രതിവിധി കണ്ടെത്തണമെന്ന് ഞാൻ ആലോചിക്കാം. നിങ്ങൾ ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്കളുടെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞങ്ങൾ. ഓ, ഓക്കെ, ഞാൻ എന്തായാലും പരിഹാരം കണ്ടെത്തും. അപ്പോ ഗംഭീർ ഒരു പ്രശ്നക്കാരനാണല്ലോ. അവിടെ പറഞ്ഞത് തരാൻ നമ്മൾ ഇടപെടണോ? എന്തിനാ അവന്റെ കൈ വെറുതെ തല്ലു വാങ്ങാൻ? ഇവിടെ നിന്ന് കാണാം, അത്ര തന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ഫോൺ ഇങ്ങടത്തെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. എവിടെയാണ് സ്വിച്ച്? ഓരോ ഫോക്കസ്. എന്നോടാ കളി. ജീവൻ വേണമെങ്കിൽ ഇവിടെ വിട്ട് പോയിക്കോ, അല്ലെങ്കിലേ ഞാൻ ശരിപ്പെടുത്തി കളയും. മനസ്സിലായോ നിനക്ക്? ശരിയാക്കാം. വമ്പൻ സാർ രണ്ടും കളിപ്പിച്ചാണ് കേട്ടോ പോകുന്നത്. ഈശ്വരന് എന്താ പ്രശ്നമാവും, സംശയമില്ലാത്ത കാര്യം.
മര്യാദക്ക് പൊക്കോ. ദേ അടുക്കരുത്. ഇതെന്താ ഇത്? ഗംഭീരേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സാറേ, നാളിതുവരെ എന്നെ ഇത്ര സ്നേഹത്തോടെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നെ കെട്ടിപ്പിടിക്കണമെന്ന്. പക്ഷെ എല്ലാവർക്കും എന്നെ ഭയമായിരുന്നു. അവരുടെ ഉള്ളിലെ ഭയം കാണുമ്പോൾ എന്നിലെ അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മേലാൽ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല സാറേ. ഗംഭീരേ, നിന്നെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സ്നേഹം കിട്ടാതെ വളർന്ന ഒരുവനാണ് നീയെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിന്നിൽ ഇത്തരം അക്രമവാസനകൾ ഉടലെടുത്തത്. ആരെങ്കിലും നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നേനെ. അതിനാലാണ് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചത്. ഈ നിമിഷം ഞാൻ സാറിന് വാക്ക് തരിക, ഇനി മേലാൽ ഞാനൊരു തെറ്റും ചെയ്യില്ല. ഞാൻ ആരെയും ഭയപ്പെടുത്തുകയോ തട്ടിപ്പറിക്കുകയോ ചെയ്യില്ല സാറേ. എങ്കിൽ ഈ കാട്ടിലെ എല്ലാവരും നിന്നെ സ്നേഹിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. താങ്ക് യു സാറേ. സാറേ, സാറേ. സാരമില്ല കേട്ടോ, പോട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. വാ, വാ. ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ കാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇനി വചനകിരണങ്ങൾ ഏറ്റുവാങ്ങാൻ പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു അങ്കിൾ. അങ്കിളിന് സുഖമാണോ? അങ്ങളിനും സുഖമാണ്. അങ്കിൾ, ആ എന്റെ കൂട്ടുകാർക്ക് ആ. സുഖമില്ല. ഓ, അത് ശരി. അവർക്ക് എന്താ പറ്റിയത്? വളരെ പനിയാണ്. ഓ, പനിയൊക്കെ ആയിട്ട്. അപ്പം അവരിന്ന് ക്ലാസ്സിലൊന്നും വന്നില്ലേ? ഇല്ല അങ്കിൾ. ഓ, അത് ശരി. അപ്പം ക്ലാസ് ലീഡറായ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചില്ല അങ്കിൾ. ഓക്കെ, അവരെ കാണാനായിട്ട് ശ്രമിച്ചോ? അതല്ല അങ്കിൾ. അപ്പോൾ ഒരു ക്ലാസ് ലീഡർ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കാണുകയൊക്കെ ചെയ്യണ്ടേ? അത് ചെയ്യണം അങ്കിൾ. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം നൽകില്ലേ? നൽകുമോ അങ്കിൾ? അറിയത്തില്ലേ? എനിക്കറിയില്ല. ദൈവം സൗഖ്യം നൽകാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കൂട്ടുകാരുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചെന്നും നാം പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? എന്താ അങ്കിൾ? നമ്മളെ സഹായിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും അത്ഭുതമൊക്കെ അറിയാമോ? അറിയാം അങ്കിൾ. എന്തൊക്കെയാ? 5 അപ്പം കൊണ്ട് ആ 5000 ഓടിച്ചു. ശരിയാണ്, 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ? താനാവില്ല കല്യാണത്തിന് ആ അച്ഛൻ കഴിഞ്ഞാക്കി. ശരിയാണ്, പച്ചവെള്ളം വീഞ്ഞാക്കി. ഓക്കെ, പിന്നെ വേറെ എന്താ അത്ഭുതം? കടലിന്റെ മുകളിലൂടെ ആ നടന്നു. ഓ, കടലിൻ്റെ മുകളിലൂടെ നടന്നു. യേശു ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തു. ഒരിക്കൽ യേശു ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഗലീല കടലിൻ്റെ സമീപത്ത് എത്തി. അപ്പോൾ യേശുവിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. ആരാന്നറിയാമോ അത്? ആരാ അങ്കിൾ? യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം വന്നത് ഒരു വലിയ ആവശ്യമായിട്ടാണ്. എന്താ അങ്കിൾ? യായിറോസിൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ യായിറോസ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാമോ? എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇത് കേട്ടപ്പോൾ യേശുവും കൂടെയുള്ള ആളുകളും എല്ലാവരും കൂടെ യായിറോസിൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് യായിറോസിൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ അവർക്കെതിരെ വന്നു. ആരാന്നറിയാമോ? ആരാ അങ്കിൾ? യായിറോസിൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടതാണ്. ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. എന്താണ് നിങ്ങൾ? എന്തായിരുന്നു ദുഃഖവാർത്ത എന്നാണോ? അതെ അങ്കിൾ. ഈ യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി എന്ന വാർത്ത അവരെ അറിയിച്ചു. ഈ ദുഃഖവാർത്ത കേട്ടപ്പോൾ യായിറോസിന് വളരെ സങ്കടമുണ്ടായി. യേശുവിനോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, എൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നാൽ യേശുവും കൂടെയുള്ള ആളുകളും കൂടെ ആ ഭവനത്തിലേക്ക് ചെന്നു. എന്നിട്ട് യേശു അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ബാലിക ഉറങ്ങുകയാണ്, അവൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്കിൾ,
എല്ലാരും കളിയാക്കിയില്ലേ? അതെ, അവിടെയുള്ള ആളുകൾക്കൊക്കെ ചിരി വന്നു, അവർ പരിഹസിക്കുവാൻ തുടങ്ങി. പക്ഷേ യേശു അതൊന്നും കാര്യമാക്കിയില്ല. യേശു അകത്ത് ചെന്ന് ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ബാലികയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഉടനെ എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ സംഭവിച്ചത്? ആ ബാലിക ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ ഉടനെ എഴുന്നേറ്റ് നടന്നു. നോക്കിയേ കൂട്ടുകാരെ, ആരെ ഈ അത്ഭുതം ചെയ്തത്? അനേക ആളുകൾ അദ്ദേഹത്തെ അവിശ്വസിച്ചപ്പോൾ വിശ്വാസത്തോടുകൂടെ കടന്നു വന്ന ആ പിതാവിനെ മനസ്സിലാക്കി യേശു അവിടെ അത്ഭുതം ചെയ്തു. പ്രിയ കൂട്ടുകാരെ, നാം ഈ നല്ല യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നുവെങ്കിൽ, നമ്മുടെ അപേക്ഷകൾ പ്രാർത്ഥനയിലൂടെ തന്നെ അറിയിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. കാരണം അവൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പങ്കുവെക്കാറുണ്ടോ? കൂട്ടുകാരെ, നിങ്ങൾ ടിങ്കുവിനെ പോലെ മറന്നു പോകുന്നവരാണോ? ചെറിയ പനി വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ചെറിയ ആവശ്യങ്ങളിൽ ഇതെല്ലാം നടത്തി കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. യായിറോസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു കർത്താവ് ഇന്നും ശക്തനാണ്. യേശു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനിയും നിങ്ങളുടെ സ്വാദികൾക്കനുസരിച്ച് പരിപാടികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ? അഭിപ്രായങ്ങൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വിനോദവും ചിന്തയും വിട്ട് ഇനി പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും സമയം. വീണ്ടും കാണുന്നതുവരെ വിട.